ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഞാൻ ഇന്നും വന്നിരിക്കുന്നത് കുറച്ച് സാരികളുമായിട്ടാണ്. സാരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ റേഞ്ചിലുള്ള ബംഗാൾ സാരികൾ തന്നെയാണ്. പക്ഷേ ബംഗാൾ കോട്ടൻ്റെ സ്റ്റിഫ് സാരികളല്ല, ബംഗാളി സാരികൾ തന്നെ. ഇത് വേറൊരു ടൈപ്പ് ഓഫ് സാരികളാണ്. ഇതിനകത്ത് ഹാൻഡ്ലൂം കോട്ടൺ സാരികളും പിന്നെ കുറച്ച് പ്യുവർ കോട്ടണിൽ വരുന്ന സാരികളും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാരികളാണ്. അപ്പം ഞാൻ പല പല വെറൈറ്റി, ഇപ്പോൾ പലർക്കും പല വെറൈറ്റി ആയിരിക്കും. ഇപ്പം മധുബനി സാരി എന്നും കാണിച്ചാൽ ആർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം പല ഏജിലുള്ളവർ കാണുന്നുണ്ട്. ചിലർക്ക് അത്രയും ഡിസൈൻ ഒന്നും വേണ്ട, കുറച്ച് സട്ടിൽ ലുക്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ കുറച്ച് കളർ കുറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ഉള്ളവർക്കും കൂടെ കൺസിഡർ ചെയ്തിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടുള്ള സാരികളാണ് കൊണ്ടുവരുന്നത്. ഭയങ്കര അഫോർഡബിൾ റേഞ്ചുമാണ്. 500-550 രൂപയൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി, നല്ല മെറ്റീരിയലാണ്. കോട്ടൻ്റെ സാരികളൊക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരികളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാനലിൽ വീണ്ടും എല്ലാവരോടും ഓർപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ഓർപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കാരണം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തും പറയണം. ഞങ്ങൾ കാണും, ഞാൻ പലരോടും ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴും എഴുതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവരെല്ലാം പറയും ഞങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് മാഡം. പക്ഷേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാരും തെറ്റിദ്ധരിക്കരുത്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയാലല്ലേ നമുക്ക് കാണാൻ വ്യൂസ് ഉണ്ടാവുകയുള്ളൂ. വ്യൂസ് കൂടിയാലാണ് നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റംസ് വിറ്റ് പോവുകയുള്ളൂ. അത് വിറ്റ് പോയാലാണ് എനിക്ക് പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതല്ലേ സത്യം. ആ സത്യം ഞാൻ തുറന്നു പറയണു. എനിക്കതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ പുതിയ പുതിയ മെറ്റീരിയൽസ് കാണിക്കണം, അഫോർഡബിൾ റേഞ്ചിൽ കൊണ്ടുവരണം. അത്രയും മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ വേഗം വേഗം കളക്ഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് സാരി കാണിക്കുന്നത് ഇതാണ് കേട്ടോ. വൈൻ റെഡ് കളറിലുള്ള സാരിയാണ്. അതിൻ്റെ മുന്താണി പാർട്ടായി കാണുന്നത് കേട്ടോ. വൈൻ റെഡ് അല്ല, വൈൻ കളർ, നമ്മൾ ഡാർക്ക് ഗ്രേപ്പ് വൈൻ കളർ എന്ന് പറയില്ലേ, ആ കളറായി സാരിക്ക്. ഇതിനകത്ത് വന്നിരിക്കുന്ന നോക്കിയേ, ഇതിൻ്റെ മുന്താണി പാർട്ടാണ് ഈ കാണുന്നത്. ലൈൻ പാറ്റേണിലാണ് പോകുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇക്കത്ത് വീവിങ്ങും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. മുന്താണിയിൽ അതിനകത്ത് വരുന്നത് ഗോൾഡൻ അല്ല, സിൽവർ കസവാണ് ഇതിനകത്ത് ഫുള്ള് വരുന്നത്. ഇതൊന്നും കസവല്ല, ഇതെല്ലാം വീവിങ് ആണ്, ത്രെഡ് വീവിങ് ആണ്. ഈ കാണുന്നത് മുഴുവനും ഞാൻ കുറച്ചും കൂടെ നിവർത്തിയിട്ടിട്ട് കാണിച്ചു തരാം. നല്ലൊരു കളറാണ് കേട്ടോ, എല്ലാവർക്കും ചേരുന്ന നല്ലൊരു അടിപൊളി കളറാണ്. ഞാൻ എൻ്റെ ഷോൾ അങ്ങ് മാറ്റിയിടാം. ഇതാണ് സാരിയുടെ മുന്താണി പാർട്ട്. മുന്താണി പാർട്ട് ഇതാ ഇങ്ങനെ വരും. എല്ലാവർക്കും കാണാമല്ലോ അല്ലേ. ഫുള്ള് ഇതിനകത്ത് ഇത് വീവിങ് ആണ്. ഈ കാണുന്നത് മുഴുവനും ലൈൻ പാറ്റേണും ഇക്കത്ത് പാറ്റേണും കൂടെ കൂടിയിട്ടാണ് വരുന്നത്. കാണാമല്ലോ. തുമ്പത്ത് ടാസിൽസ് എല്ലാം കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാ ഇങ്ങനെ വീവിങ് ആ വരുന്നത് കണ്ടോ. ഇതൊന്നും പ്രിൻ്റ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീവ് എടുത്ത് കാണിച്ചു തരുന്നത് കണ്ടോ. അത് ഈ ബംഗാൾ സാരികളിൽ ഒന്നും തന്നെ നമുക്ക് പ്രിൻ്റ് വരത്തില്ല, എല്ലാം വീവാണ് വരുന്നത്. ഇതാണ് മുന്താണിയുടെ പാർട്ട്. അതായത് നമ്മൾ പുറകിലേക്ക് വരുമ്പോൾ അത്രയും പാർട്ടിലാണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ബൂട്ട ഡിസൈൻസും ഉണ്ട്, ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരുന്നത്. ബൂട്ട ഡിസൈൻസ് കണ്ടുകൂടെ. അതും ആ സിൽവർ, എല്ലാം ഫുള്ള് സിൽവർ ത്രെഡ് വീവിങ് അതിനകത്ത് വരുന്നത് കേട്ടോ. അത് ഫുള്ള് സിൽവർ ത്രെഡിൻ്റെ വീവിങ് വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കുക, ഒരു എന്താ പറയേണ്ട, ഒരു ഇക്കത്ത് പാറ്റേൺ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു പാറ്റേണാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട്. ഞെറിഞ്ഞ് കുത്തിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ സാരിയൊക്കെ കേട്ടോ. കാരണം ഇതിൻ്റെ രണ്ട് സൈഡിലും കണ്ടോ ഇങ്ങനെ ബോർഡർ വരും കണ്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണിതാ. നല്ലൊരു കളറുമാണ്, എല്ലാവർക്കും ചേരണ കളറുമാണ്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടില്ലേ എല്ലാവരും സാരി. അങ്ങനെയൊക്കെ ഇട്ടങ്ങ് ഉടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് 1 ലെയറൊക്കെ അങ്ങ് ഇട്ട് വേണമെങ്കിൽ ഉടുക്കാം. ഇത് സിംഗിൾ ലെയറിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ല സാരിയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എടുത്ത് പിടിക്കുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ തുമ്പും കൂടെ വരും. അഞ്ഞൊറിഞ്ഞ് കുത്തി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ 1 ലെയറായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം. നല്ലൊരു ഇവിടെ ഒരു ചെറിയ ഒരു സ്കാലപ്പ് പോലെയും ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, കാണാമെന്ന് വിചാരിക്കുന്നത് കണ്ടോ. ഈ ബോർഡറിൻ്റെ തുമ്പത്ത് ഒരു ചെറിയ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് കാണിക്കുന്നതല്ല, എന്നാലും അതും ഒരു ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്, പ്ലെയിൻ ആണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതാ ബ്ലൗസ് പീസ്, പ്ലെയിൻ കളറിൽ ബ്ലൗസ് വരും കേട്ടോ. ഇങ്ങനെ വരും.
ഇതാണ് ഈ സാരി. ഇതിൻ്റെ കളർ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഗ്രേപ്പ് വൈൻ കളറാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. ഫുള്ള് ബോഡിയിലും ഈ പ്രിൻറ്റും പോകുന്നുണ്ട്, ഈ ബൂട്ട വർക്കും പോകുന്നുണ്ട്, ഈ ബോർഡറും പോകുന്നുണ്ട്. മുന്താണി നല്ല വീവിങ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സാരിയുടെ റേറ്റ് വെറും 550 രൂപ മാത്രമാണ് കേട്ടോ. 550 രൂപയ്ക്കാണ് ഈ സാരി ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് കേട്ടോ. ഷിപ്പിംഗ് ഫ്രീ തരാനായിട്ട് അപ്പോൾ എനിക്ക് ലോസ് ആവും, അതുകൊണ്ടാണ് തരാത്തത്. ഷിപ്പിംഗ് ഇതിന് 50 രൂപ എല്ലാ സാരിക്കും. ഇന്ന് കാണിക്കുന്ന എല്ലാത്തിനും ഷിപ്പിംഗ് 50 രൂപ മാത്രം മതി. 50 രൂപ എക്സ്ട്രാ ആണ്. ഞാൻ പറയാറില്ലേ, എനിക്ക് തയ്ക്കുമ്പം ഒരു 62 റുപ്പീസ് ആവും, പക്ഷെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 50 രൂപയെ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് കളറാണ് ഇപ്പം കാണിച്ചിട്ട് സാരിയുടെ തന്നെ സെക്കൻഡ് കളറാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കളർ വീഡിയോയിൽ വരുമ്പോൾ ഡാർക്കായിട്ട് വരുമായിരിക്കും, പക്ഷെ നല്ല ഭംഗിയുള്ള കളർ എന്ന് വെച്ചാൽ നല്ല അടിപൊളി കളറാണ് കേട്ടോ. നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കാൻ ഡാർക്കായിട്ട് നിൽക്കുമെന്ന്. ഈ ഒരു കളർ, അതായത് ഈ ഒരു സീ ബ്ലൂ കളർ ഇങ്ങനെയേ വരുള്ളൂ. ഇതിൻ്റെ കളർ അഡ്ജസ്റ്റിങ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് അറിയാനും പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഡാർക്കായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കുമെന്ന്. വളരെ നല്ലൊരു കളറാണ് കേട്ടോ. പാകത്തിന് കളറേ ഉള്ളൂ. ഞാനതൊക്കെ നോക്കി തന്നെയാണ് വാങ്ങിക്കുന്നത്. ഓരോ സാരിയും സെപ്പറേറ്റ് ചൂസ് ചെയ്തെടുക്കുന്നതാണ്. നമ്മളുടെ ഏജിലൊക്കെ ഉള്ളവരാണ് അധികവും വാങ്ങിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന സാരിയാണ്. നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ. സാരിയുടെ ലുക്ക് ഇങ്ങനെ വരും. ഇങ്ങനെയാണ് സാരി ഉടുത്ത് വരുമ്പം വരുന്ന ലുക്ക്. ബോർഡറുണ്ട്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത്, ഈ കളർ ഭയങ്കര തെറിച്ച് നിൽക്കുന്ന കളറായിട്ട് വീഡിയോയിൽ വരുമ്പോൾ അയ്യോ എന്തൊരു കളറാണെന്ന് വിചാരിച്ചിട്ട് എന്താ ഞാൻ പറയേണ്ടത്, മധുബനി സാരി കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ കളറിൻ്റെ ഒരു സാരി ഇതിനകത്തുണ്ടായിരുന്നു. അതപ്പം ഒരു മാഡം ചോദിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇത് കളർ കൂടുതലാണെന്ന്. കളർ കൂടുതലല്ല, കളർ പാകേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കളറാണെന്ന്. അങ്ങനെ ഒത്തിരി കളറുള്ള സാരികൾ ഞാൻ എടുക്കാറില്ല. അതായത് നമ്മൾക്ക് അങ്ങനെ ഉടുക്കാൻ പറ്റാത്ത ഭയങ്കര മഞ്ഞ, ഭയങ്കര റെഡ്, അങ്ങനത്തെ കളറൊന്നും ഞാൻ എടുക്കത്തേയില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 ആണ്. അടുത്തത് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. വീഡിയോ ലെങ്തി ആവുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ കുറയ്ക്കാനായിട്ട് ശ്രമിച്ചാലും എന്താ ചെയ്യുന്നത്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇതൊരു നല്ല ഗ്രീനാണ്, നോക്കിക്കേ. ഇതാ മുന്താണി വരുന്നത്, നോക്കിയാൽ നല്ലൊരു ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ കേട്ടോ. ബോട്ടിൽ ഗ്രീൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്കായിട്ട് നിൽക്കുന്ന ഗ്രീൻ അല്ല, എന്നാലും ഡാർക്കാണ്. നല്ല ഒരു എന്നാ പറയേണ്ട ഒരു നല്ല സ്റ്റാൻഡേർഡ് കളറിൽ വരുന്ന ഒരു സാരിയാണ് ഇത്. എല്ലാത്തിനും 550 രൂപയാണ് റേറ്റ്. എല്ലാത്തിനും സിൽവർ ത്രെഡ് വീവിങ് ആണ്. ഇവിടെ ഇക്കത്തിൻ്റെ ബോർഡർ വരും കേട്ടോ. ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാത്തിനും സെയിം പാറ്റേണിലാണ് വരുന്നത്. ഈ ബൂട്ട ഡിസൈനാണ് എല്ലാത്തിൻ്റെയും ബോഡി പാർട്ടിൽ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇങ്ങനെ വരും. ഇതാണ് തേർഡ് സാരി. ഇത് 3 എണ്ണമാണ് ഈ പാറ്റേണിലുള്ള സാരി. ഇതിൻ്റെ 3ൻ്റെ റേറ്റ് വരുന്നത് 550 രൂപയാണ്. അതിന് എല്ലാത്തിനും 50 രൂപ വെച്ച് ഷിപ്പിംഗ് ചാർജും കൂടെ വരും കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു ഹാൻഡ്ലൂം ആയിരുന്നു. ഇത് പ്യുവർ കോട്ടൺ സാരിയാണ് കാണിക്കാൻ പോകുന്നത്. കോട്ടൺ ആണ് കേട്ടോ. നല്ല കോട്ടൺ, മാൽ കോട്ടൺ എന്നൊക്കെ പറയില്ല, നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ്. കുറച്ച് ഇനി എന്താ, ചിലരൊക്കെ എന്നോട് അമ്മമാർക്ക് വേണ്ടിയിട്ടൊക്കെ സാരി ചോദിക്കാറുണ്ട്. ഇത് അങ്ങനെയുള്ളവർക്ക് കൊണ്ടുവന്നിരിക്കുന്ന സാരിയാണ്. ഇത് അമ്മമാർക്കല്ല, പ്രായം കുറഞ്ഞവർക്ക് കൊടുക്കാം. കാരണം ബോർഡർ നല്ല എന്താ ഡാർക്കിലും ബോഡി ലൈറ്റിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സാരി വരുന്നത്. നല്ലൊരു ടെമ്പിൾ ബോർഡറാണ് വരുന്നത്. തുമ്പത്ത് നല്ല ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടെമ്പിൾ ബോർഡറാണ് വരുന്നത്. ഈ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് പീച്ച് പിങ്ക് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു കളറാണ്. 2 സൈഡിലും ഈ ബോർഡർ വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളറാണ് കേട്ടോ. ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ എന്നാ പറയേണ്ടത്, ഈ കളറിൻ്റെ പേര് ഞാനിപ്പം ചോദിച്ചാൽ എനിക്കിപ്പോൾ പറയാൻ, ഇതിനെന്ത് കളർ എന്നാണ് പറയേണ്ടത്, നിങ്ങൾ തന്നെ ഈ കളറിന് പേരിട്ടോ കേട്ടോ. ഇതൊരു ക്രീമീന്ന് ഒരു ചെറുതായിട്ടൊരു പീച്ചിലേക്ക്, ക്രീമീന്ന് പീച്ചിലേക്ക് കളർന്നിട്ടുള്ളൊരു കളറാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോൾ നല്ലൊരു മാച്ചിങ്ങാണ് കേട്ടോ. നമുക്ക് ഈ സട്ടിൽ ലുക്കിലൊക്കെ നിന്നിട്ട് എവിടെയെങ്കിലും പോകണം എന്നൊക്കെയുള്ള ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ
അങ്ങനെ പോകേണ്ട സ്ഥലങ്ങൾ നമുക്ക് വരുമല്ലോ. അങ്ങനെയൊക്കെ പോകേണ്ടടുത്ത് വരുമ്പോൾ ഉടുക്കാൻ പറ്റിയ സാരിയാണ്. ഇനി അതല്ല, ഇനി ഒരു കുഞ്ഞു ഫംഗ്ഷനും ഇത് ഇതൊക്കെ നന്നായിട്ടൊക്കെ ഞെറിഞ്ഞ് കുത്തി ഇതിൻ്റെ ബ്ലൗസും കൂടെ തയ്ച്ചിട്ടാൽ അപ്പോഴും നല്ലതാണ്. ബ്ലൗസ് കാണിച്ചു തരാം. ബ്ലൗസിൻ്റെ കളർ ഇങ്ങനെ വരുന്നത്. കുറച്ച് ഡാർക്കിൽ ഈ ടെമ്പിൾ ഡിസൈൻ്റെ ബോർഡറും എല്ലാം കൂടെ വന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ടെമ്പിൾ ഡിസൈനാണ് ഇതിൻ്റെ ഭംഗി ഈ സാരിയുടെ കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ സാരിയാണ്. അല്പം പോലും വേറെ ഒരു മിക്സും ഇതിനകത്തില്ല കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. കളർ പോവുക, ഷ്രിങ്ക് ചെയ്യുക ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം ബംഗാൾ സാരികളൊക്കെ അതിനൊക്കെ ഗ്യാരണ്ടീഡ് ആണ് കേട്ടോ. ഇതാണ് സാരി വരുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ട്. നല്ല കോട്ടൺ സാരി, നല്ല സോഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. അതല്ല ഇനിയിപ്പോൾ ഇത്തിരി ഇത് ഹാർഡായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്പം സ്റ്റാർച്ച് ചെയ്താൽ മതി. ഹാർഡായിട്ട് കൊടുക്കാം. ഈ ടെമ്പിൾ ബോർഡറാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. ഈ ലൈറ്റിനകത്ത് ഈ ഡാർക്ക് ടെമ്പിൾ ബോർഡറും ഈ റെഡ് കളറും ആ റെഡ് ബ്ലൗസും കൂടെ തയ്ച്ചു കൊടുക്കുമ്പോൾ നല്ല അടിപൊളി സാരി ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599. അതിൻ്റെ തന്നെ വേറൊരു കളറാണ് എടുത്തത് കാണിക്കുന്നത്. ഇത് കുറച്ച് ഡാർക്ക് കളർ വേണമെന്നുള്ളവർക്ക്, ബ്ലൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ബ്ലൂ ഒരെണ്ണം എടുത്തത്. ഇതിൻ്റെ ഉള്ളു പ്ലെയിൻ ആണ് കേട്ടോ. ബോർഡറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ ഇതായിരുന്നത്. നല്ല സാരിയല്ലേ നോക്കിയാൽ, നല്ലൊരു കളറും അല്ലേ. ലൈറ്റ് ഈ എന്നാ പറയണ്ടേ, നല്ല ഡാർക്ക് നേവി ബ്ലൂ ബോർഡറിൽ ഡാർക്ക് നേവി ബ്ലൂ, ഇങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് ബ്ലൂ, ലൈറ്റ് സ്കൈ ബ്ലൂ. ഇതൊന്നും ഡാർക്ക് അല്ല കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ലൈറ്റ് കളറാണ്. നിങ്ങൾക്ക് കയ്യിൽ കിട്ടി നിങ്ങൾ വാങ്ങിച്ച് സംശയം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഇത് ഡാർക്കാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ സാരി തിരിച്ച് തന്നേരെ. കാരണം ഇതെനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് ഡാർക്കായിട്ടേ കിട്ടുകയുള്ളൂ വീഡിയോയിൽ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാരി കയ്യിൽ കിട്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരാം. ഡാർക്കാണെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു തരാം കേട്ടോ. ഒരു കുഴപ്പമില്ല. കാരണം അത് ലൈറ്റ് കളറാണ്. നല്ല ടെമ്പിൾ ഡിസൈൻ നോക്കി. തുമ്പത്ത് ഇതിൻ്റെ മുന്താണി ഇങ്ങനെ ടാസിൽസ് ഒക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിക്ക് കൊടുത്തിട്ടുണ്ട്. മുന്താണി കാണാമല്ലോ. ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആണ്. ഇതൊക്കെ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ, ഖാദിയുടെ കോട്ടൺ മെറ്റീരിയലിൽ, ഖാദി കോട്ടൺ ഇല്ലേ, അതാണ് നല്ല എന്താ ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയൽ. ശരി, ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്കും ഡാർക്കിൽ വരും കേട്ടോ. ഡാർക്ക് ബ്ലൂവിലാണ് ബ്ലൗസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബ്ലൂവും പിന്നെ ഇതും കൂടെ ഒക്കെ തയ്ച്ചിടുമ്പോഴത്തേക്കും നല്ല ഭംഗിക്കിരിക്കും. ബ്ലൗസ് തന്നെ, ബ്ലൗസ് ഡാർക്കിലും ഇത് ലൈറ്റ്. ഇതിപ്പം കയ്യിലാണ് വരുന്നത് കേട്ടോ. അങ്ങനെയാണ് ഈ സാരിയുടെ ലുക്ക് വരുന്നത്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 599 ആണ്. ഷിപ്പിംഗ് ചാർജ് 50 rupees എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട്. ലാസ്റ്റ് കളറാണ്. 3 കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് അടുത്ത കളറ്. ഡാർക്ക് മെറൂണും, മെറൂണല്ല എന്താ പറയേണ്ടത്, ബ്ലാക്കും മെറൂണും. ഇതിനകത്ത് ഈ എന്താ പറയേണ്ടത്, ഈ ബോർഡർ ഇതിനകത്ത് വരുന്നത് ഈ ഗംഗാ ജമുന ബോർഡർ എന്ന് അവർ പറയും. ഗംഗാ ജമുന ബോർഡർ എന്ന് വെച്ചാൽ ബംഗാളികളും അല്ലെങ്കിൽ ഹിന്ദിക്കാരും ഒക്കെ പറയണത് ഒരു ബോർഡറിന് ഒരു കളറും മറ്റേ ബോർഡറിന് വേറൊരു കളറും. അതിനാണ് അവർ ഗംഗാ ജമുന ബോർഡർ എന്ന് പറയുന്നത്. അങ്ങനത്തെ ബോർഡറായി സാരിയിൽ വന്നിരിക്കുന്നത്. പാറ്റേൺ ഓൾമോസ്റ്റ് അത് തന്നെയാണ്. പക്ഷേ ഈ ബോർഡറിൽ മാത്രം ഒരല്പം ഡിഫറൻസ് ഉണ്ട്. നോക്കിക്കേ, ഈ ബോർഡർ നോക്കിക്കേ, ഇങ്ങനത്തെ ഒരു കളറിൽ ഈ ബോർഡർ വരുന്നത്. ബ്ലാക്ക് വരും. ഇത് ബോഡി പാർട്ടാണ് കേട്ടോ. ഇതാണ് മുന്താണി, മുന്താണിയായി കാണുന്നത്. അതിനകത്ത് ഈ ബോർഡർ വരും. ബ്ലാക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറച്ച് ഡാർക്ക് മെറൂണിഷ് കളർ വരും. പക്ഷേ ഇപ്പോഴത്തെ ബോർഡർ നോക്കിക്കേ വേറെ ബോർഡർ വരും കണ്ടോ. ഇതാണ് അവർ ഗംഗാ ജമുന ബോർഡർ എന്ന് പറയുന്നത്. 2 ബോർഡർ. അപ്പോൾ ഇതൊക്കെ സിംഗിൾ ലെയറിലൊക്കെ ഇട്ടിട്ടങ്ങ് പിടിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇവിടുത്തെ കളർ വരുന്നത് ഒരു മഡ് കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ലൈറ്റ് ഒരു ഫ്ലഷ് കളർ എന്നൊക്കെ പറയില്ലേ, എന്താ മാവ് കളർ എന്നൊക്കെ പറയുന്ന കളറാണ് ഈ ഉള്ളിലെ പാർട്ടിൽ വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ്. ടെമ്പിൾ ബോർഡറും എല്ലാം കൂടെ നല്ലൊരു സാരിയാണ് കേട്ടോ. ബോർഡർ കണ്ടില്ലേ, ഇങ്ങനെ വരും ഈ ബോർഡർ. ഇനി ഇതിൻ്റെ ബോഡി പാർട്ട് ഇത് ഇങ്ങനെ വരും. ബോഡിയിൽ വരുന്നത് ഇത് ഈ കളറാണ് വരുന്നത്. ഗ്രേ കളറാണ് ബോഡിയിൽ ഫുൾ. ഇത് മുന്താണിയാണ് കേട്ടോ. ഈ ഗ്രേ കളറാണ് ബോഡിയിൽ വരുന്നത്. എന്നിട്ട് ബോർഡർ ഇങ്ങനെ തന്നെ വരും. ഇങ്ങനെ വരും ബോർഡർ. എൻ്റെ ബ്ലൗസ് വരുന്നത് മുന്താണിയുടെ കളറില്ലേ, ഇതല്ലേ മുന്താണി വരുന്നത്. ഇതാ ആ മുന്താണിയുടെ കളർ തന്നെ ബ്ലൗസിൽ വരും കേട്ടോ.
ഇങ്ങനെയാണ് ഈ സാരി. ഇതൊക്കെ നല്ല അടിപൊളി സാരികളാണ് കേട്ടോ. ഇതും 599. അപ്പോൾ ആ 3 സാരികളാണ് 599 ഉള്ളത്. ഇനി വേറൊരു പാറ്റേണിൽ ഒരു ടൈപ്പ് സാരികളും കൂടിയാണ് ഇന്ന് കാണിക്കുന്നത്. ആ സാരി ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്നതാണ്. അത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. സാരിയുടെ കളർ കണ്ടില്ലേ, വൈൻ കളറാണ് കേട്ടോ. ഇത് ഫസ്റ്റ് കാണിച്ച സാരിയുമായിട്ട് കുറച്ച് സിമിലർ ആണ്. ഇതിൻ്റെ ഈ ബോർഡറെല്ലാം കുറച്ച് നോക്കിക്കേ, ഇവിടെയാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത് കണ്ടോ. ഇവിടുത്തെ വീവിങ്ങിലാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. സാരി ഇങ്ങനെ വരുന്നത് ഒരു വൈൻ കളറുണ്ട്, ഡാർക്ക് കളറാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മുന്താണി പാർട്ട് വരുന്നത്. മുന്താണി പാർട്ടിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ച സാരിയില്ലേ, ഫസ്റ്റ് കാണിച്ച സാരി നിങ്ങൾക്കൊന്ന് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് കണ്ടോ. ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നോക്കിക്കേ, മുന്താണിയിൽ കണ്ടോ ഇങ്ങനായിരുന്നു മുന്താണി. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ നോക്കിക്കേ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഡിഫറൻസ് ഇതിൻ്റെ ആ വീവിങ്ങിലും അതുപോലെ കുറച്ചൊന്ന് എടുത്ത് നിൽക്കും. ഒരു എന്താ പറയണ്ടേ, ഒരു മോളിലേക്കൊന്ന് എന്താ എടുത്ത് നിൽക്കുന്ന ഒരു വീവിങ്ങിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഇതാണ് മുന്താണി. ബോഡി പാർട്ട് ആദ്യത്തെ സാരിയുടെ പോലെ തന്നെ ഇങ്ങനെ ബോഡി പാർട്ട്. ഇക്കത്ത് വീവിങ്ങും ഇക്കത്ത് ഡിസൈൻ കണ്ട ഇക്കത്തിൻ്റെ വീവിങ്ങും ഈ ഒരു എന്താ ഇവിടെ സൈഡ് ഇങ്ങനെ വരും, ഈ സൈഡും ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇതാണ് ഫസ്റ്റ് സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 580 ആണ് കേട്ടോ. 580. അത് ആ വീവിങ്ങിൽ വരുന്ന ഡിഫറൻസിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് അവർ ആ സാരിക്ക് കൂടുതൽ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. 580 ആണ് ആ സാരിക്ക് വരുന്നത്. ബാക്കി അതിനകത്ത് ഡിഫറൻസ് ഒന്നുമില്ല. അതിൻ്റെ മെറ്റീരിയൽ എല്ലാം സെയിമാണ് കേട്ടോ. ഇത് വരുന്നത് ബ്രൗൺ കളറിലാണ് കേട്ടോ. ഇനി സെയിം സാരികളാണ്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതായത് ബ്രൗൺ കളറിലാണ് വരുന്നത്. ഇപ്പോൾ കാണിച്ച സെയിം സാരിയുടെ ഡിഫറെൻറ്റ് കളറാണ്. ബ്രൗൺ കളർ വരും. കളർ കാണാമല്ലോ, ഇക്കത്ത് വീവിങ്ങും എല്ലാം ഉണ്ട്. മറ്റേതിൻ്റെ സിൽവർ ലൈൻ ആയിരുന്നു. ഇതിനകത്ത് ആദ്യം ഫസ്റ്റ് കാണിച്ച സാരിക്ക് സിൽവർ ലൈൻസ് ആയിരുന്നു. ഇതിനകത്ത് അങ്ങനെയല്ല, വീവിങ് ആണ്. വൈറ്റ് ത്രെഡും കൊണ്ടുള്ള വീവിങ് ആണ് ഇതിനകത്ത് ഫുള്ള് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു എടുപ്പ് കൂടുതലുണ്ട്, എടുത്ത് കുറച്ചും കൂടെ കാണിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്ഷനാണ്. ബോഡി ഫുള്ള് ഇങ്ങനെ വരും. രണ്ട് സൈഡിലും ബോർഡറും വരും. ഇതിനെല്ലാത്തിനും ബ്ലൗസ് പീസ് പ്ലെയിനിൽ വരുന്നുണ്ട് കേട്ടോ. എല്ലാ സാരിക്കും ബ്ലൗസ് പീസ് ഉണ്ട്. പ്ലെയിനായിട്ട് ബ്ലൗസ് പീസ് വരും. ഇതാ ബ്ലൗസ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് 580 കേട്ടോ. അടുത്ത കളറ് ബ്ലൂ കളറ്, ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ കളറ്. സെയിം സാരി, കളറ് മാത്രമേ ഉള്ളൂ ഡിഫറെൻറ്റ്. നേവി ബ്ലൂ ആണ് കളർ വരുന്നത്. ഇതാണ് കളർ. വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളണം കേട്ടോ. കളറൊന്ന് മെൻഷൻ ചെയ്യണേ. ഇപ്പം കാണിച്ച സാരികളുടെ കളർ ചേഞ്ച് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ബോഡി പാർട്ട് ഇതാ ഇങ്ങനെ വരും. ഇതാണ് ബോഡി. ഇത് മുന്താണ്. ഡാർക്ക് നേവി ബ്ലൂ. അടുത്തത് നല്ലൊരു പച്ച, നല്ലൊരു ചെറുപയർ പച്ച, നല്ലൊരു പച്ച. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പച്ചയാണ് എല്ലാവർക്കും ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറുമാണ്. ഞാൻ ഏത് സാരി വാങ്ങിച്ചാലും എൻ്റെ കയ്യിലൊരു 10 സാരി ഇങ്ങനെ കാണുന്നുണ്ട് ഈ കളറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറെന്താ കണ്ടോ. ഇതാണ് സാരി വരുന്നത്. ബാക്കി ഒന്നും ഒരു ഡിഫറൻസ് ഇല്ല. ആദ്യം കാണിച്ച സാരികളും ഇതും എല്ലാം സെയിം ടൈപ്പാണ്. ഇതിനകത്ത് ആകെ ഡിഫറൻസ് വരുന്നത് കളറിന് മാത്രമാണ് കേട്ടോ. ഇങ്ങനെ വരും സാരി. ബോഡി പാർട്ട് ബൂട്ടാസ് മാത്രം വരും. ബൂട്ട ഓൾ ഓവർ ബോഡി വരും കേട്ടോ. ഇതിൻ്റെ ഇപ്പം മുന്താണി അപ്പറയാ പോകുന്നത് കേട്ടോ. മറ്റേ സൈഡിൽ എൻ്റെ മുന്താണി വരുന്നത്. ഇങ്ങനെയാണ് സാരി കേട്ടോ. ചെറുപയർ പച്ചയാണ് ഇതിൻ്റെ കളറ്. തുമ്പത്ത് രണ്ട് സൈഡിലും
ഈ ഒരു എന്താ പറയേണ്ടത്, ഇതിൻ്റെ ആകെ വ്യത്യാസം വരുന്നത് ഇതാ ഈ ഒരു കണ്ട. നിങ്ങൾ ഇതിനകത്തേക്ക് നോക്കിക്കുക, ഈ ത്രെഡ് ഒന്ന് എടുത്തവർ കാണിക്കാൻ പാകത്തിന് ഒരു ത്രെഡ് വീവിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരിച്ചിരി അവരൊരു 10-30 രൂപ അവർ കൂട്ടിയിട്ടിട്ടുണ്ട് ഈ സാരിക്ക്. അത് ഈ വീവിങ്ങിൻ്റെ വ്യത്യാസം കാരണമാണ്. മറ്റതിൽ വെറുതെ സിൽവർ ത്രെഡ് കൊണ്ടുള്ള വീവിങ്ങാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സാരികളുള്ളത്. എല്ലാ സാരികളും എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. വില വളരെ കുറവാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അഫോർഡബിൾ റേഞ്ചിലാണ്. വളരെ എന്താ പറയണ്ടേ, നിയർ ടു ദ ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ വില ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. പെട്ടെന്ന് ഏത് കളറാണ് വേണമെന്ന് വെച്ചാൽ ഒത്തിരി കളറുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നിങ്ങളുടെ സ്വന്തമാക്കുക. എല്ലാം 500 റേഞ്ചിലാണ്. 600-ൽ കൂടിയ ഒരു സാരി പോലും ഞാൻ ഇതിനകത്ത് വന്നിട്ടില്ല. കാരണം ഞാൻ അത്രയും അങ്ങനെയാണ് ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.